പുഞ്ചിരി, മന്ദസ്മിതം, ചിരി, പൊട്ടിച്ചിരി, അട്ടഹാസം, അത് നമുക്ക് വേണ്ട. അടക്കി പിടിച്ച ചിരി, പരിഹാസച്ചിരി, ആക്കിയ ചിരി, ഇളിബ്യച്ചിരി. ചിരി പലതരം. ചിരി ഉള്ളിന്ന് വന്നില്ലെങ്കിൽ അത് ഇളിയായി മാറും. അവിടെ ചർച്ച ചെയ്യുക ഉള്ളിയാണോ സബോളയാണോ. ഉള്ളി സബോള എന്നല്ല, മനസ്സ് തുറന്നങ്ങ് ചിരിക്കുക. ചിരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതിരിക്കുക. ഞാൻ സോഫി പോളി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഉഷ്ണം ഉഷ്ണേന ശാന്തി, ശബ്ദം ശബ്ദേന ശാന്തി, പ്രശ്നം പ്രശ്നേന പ്രശ്നം. ഞാൻ എന്ത് ചെയ്താലും എല്ലാം പ്രശ്നത്തിൽ, എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലൊക്കെ പ്രശ്നങ്ങളായിട്ട് തീരാ. ഞാൻ വന്ന വഴി എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, നിനക്ക് സുഖമാണോ ഓടിയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു എന്തു സുഖം. ഇനിയിപ്പോൾ എൻ്റെ സുഖകരം അസുഖങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നിനക്ക് 4 ആളോട് പറയാൻ. ഇനിയിപ്പോൾ ഞാനത് ഇംഗ്ലീഷിലാണ് ചോദിച്ചെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഹലോ, ഹൗ ആർ യു? ഐ എം ഫൈൻ, ഓക്കെ, താങ്ക് യു. അവൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. ഈ മലയാളത്തിൻ്റെ ചില വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പല വഴിക്കാണ് അങ്ങോട്ട് പോണേ. ഞാനിന്ന് പേപ്പറിൽ കണ്ടു, താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു, 25,000 രൂപ ശമ്പളം. അടിപൊളിയാണല്ലോ. നേരത്തെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നേരം വൈകി പോയാലും കുഴപ്പമില്ല, താമസിച്ചെന്നല്ലേ പറഞ്ഞേക്കണേ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ ഹസ്ബൻഡ് പറയാ, എടി മണ്ടി, അതവിടെ നിന്ന് ജോലി ചെയ്യാനാണ്. നിന്ന് ജോലി ചെയ്യുക, ഇടയ്ക്കൊക്കെ ഇരുന്നൂടെ? മനുഷ്യന് കാലൊക്കെ വേദനെടുക്കില്ലേ? ഓ, ഇതിൻ്റെ മണ്ടയിൽ ഒന്നുമില്ല എന്നാ തോന്നണേന്ന് അങ്ങേരും. ഞാൻ അത് സ്റ്റേ ആടി ഉദ്ദേശിക്കണേ, സ്റ്റേ. ഓ, ഈ ഒരു ചെറിയ കാര്യത്തിന് ആ നല്ല മനുഷ്യൻ്റെ പേര് മണ്ടയിലെന്നൊക്കെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അത് കേട്ടപ്പോൾ അങ്ങേര് പറയും, ഇങ്ങനെ ഒരു ബുദ്ധൂസിനെയാണല്ലോ എൻ്റെ തലയെ കെട്ടിവെച്ചെന്ന് ഓർത്ത് അങ്ങേര് അവിടെ നിന്ന് പോയി. എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ ഞാൻ വനിതാ സമാജത്തിൻ്റെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹപ്രവർത്തകമായിട്ട് കൊമ്പ് കോർത്തു. അവളെ എന്നെ വിളിച്ച്, നീ പോടി പുല്ലേന്ന്. ഞാനവൾ, പുല്ലേ, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ഞാൻ തിരിച്ചങ്ങ് പറഞ്ഞു. പക്ഷെ അത് പ്രശ്നമായി. ഞാൻ ചിന്തിച്ചു, അവൾ ഉദ്ദേശിച്ച പുല്ല് ഏതായിരിക്കും? കറുകപ്പുല്ലുണ്ട്, ഇഞ്ചി പുല്ലുണ്ട്, മുത്തങ്ങ പുല്ലുണ്ട്, ചൈന ഗ്രാസ് ഉണ്ട്, ബഫല്ലോ ഗ്രാസ് ഉണ്ട്. ഏതാണ്? ഞാൻ ഓപ്ഷൻസ് പറഞ്ഞില്ലേ, ഏത് പുല്ലായിരിക്കും? പറയേ. ചൈന ഗ്രാസ്. ഇഞ്ചി പുല്ല്. എന്താ? ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ് തൈലാക്കുടി നിന്നെ ഞാൻ എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ആ തൈലം കൊണ്ട് അവൾ അകം തുടയ്ക്കുന്നു. എന്താ ചെയ്യുക? ഞാൻ ഈ പ്രശ്നം എൻ്റെ ഹസ്ബൻഡിനോട് പറയാ, നീയൊക്കെ അല്ലേടി സമാജത്തിൻ്റെ ആൾക്കാർ, ഇതല്ല ഇതിലും വലുത് വരാനിരിക്കുന്നത്. ഒരു പുല്ലിൽ അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ പോരേ. ഇതൊക്കെയാണ് എൻ്റെ പുറമേ ഉള്ള പ്രശ്നങ്ങൾ. വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ 5:30 വിളിച്ച് എണീപ്പിച്ചു പറയും, എടി എനിക്കടി, പെണ്ണുങ്ങൾ ഇങ്ങനെ കുറേ നേരം കിടക്കണമെന്ന് ശരിയല്ല, എൻ്റെ വൈ മെറ്റടിക്കടി, ഐശ്വര്യം കയറി വരും. ഞാൻ പറഞ്ഞു, ആണുങ്ങൾ ചൂലെടുത്താലും ഐശ്വര്യം കയറി വരും. ചൂലെടുത്ത ആണുങ്ങളൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളല്ലേ ഇപ്പം ഇരിക്കണേ. എന്ന് പറഞ്ഞാലും അവിടെ ചുരുണ്ട് കൂടി അവിടെ കിടക്കും. അപ്പം ഞാൻ അവിടെ നിന്ന് എണീപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ, കിടന്നുകൊണ്ട് പറയും റേഷൻ കാർഡ് എന്ന് പറയും. ഞാൻ എന്ത് പറഞ്ഞാലും അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഞാനൊരു 3000 രൂപ സാരി വാങ്ങാൻ എടുക്കുന്നുണ്ട്. ഇതാ കേട്ടോട് ഷോക്ക് അടിച്ചോണം ചാടി അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക്. എന്നെ കണ്ടോട് പറയാ, ഈ സാധനത്തെ മുഖം രാവിലെ തന്നെ, ഇന്നത്തെ എൻ്റെ ദിവസവും പോക്കാം. എടി, എൻ്റെ കയ്യിൽ 5 പൈസയുടെ തുട്ടില്ല. പിന്നെ നിങ്ങളുടെ പോക്കറ്റിൽ പെടയ്ക്കണ 500-ൻ്റെ എത്ര നോട്ടുകളാണ് ഞാൻ കണ്ടേ. നീ കണ്ടു അല്ലേ? ഞാൻ കണ്ടു. എന്നാൽ സാരി വാങ്ങണ കാര്യം ഞാൻ തീരുമാനിക്കും. ഞാനാണ് ഇവിടുത്തെ കുടുംബനാഥൻ. ഞാൻ പറഞ്ഞു, ഞാൻ റേഷൻ കാർഡ് എടുക്കട്ടെ. അത് കേട്ടപ്പോൾ അങ്ങേര് കലിതുള്ളി അങ്ങ് പോയി. ഞാൻ ചായയായിട്ട് വന്നപ്പോൾ ചായ രസം വരുമ്പോൾ കിടക്കാം, പേപ്പർ വായിക്കണോണ്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ മൊബൈൽ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മൊബൈൽ നോക്കല്ലേ, ആ പേപ്പറും തന്നെ ഞാൻ ആ സ്വർണ്ണ നിലവാരം ഒന്ന് നോക്കിക്കോട്ടെ. ഇല്ല, പേപ്പറിലുള്ളത് മൊബൈലിലുണ്ടോയെന്നും മൊബൈലിലുള്ളത് പേപ്പറിലുണ്ടോയെന്നും എനിക്ക് നോക്കണം.
അങ്ങേര് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക, തെളിവെടുപ്പ്. ഞാൻ പറഞ്ഞേ അങ്ങേര് 2 in 1, ഞാൻ 10 in 1, എന്നിട്ട് ഒരു വിലയില്ല. ഇനി 12 മണിയാവുമ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് മൊബൈൽ അങ്ങ് എടുക്കുമ്പോൾ അങ്ങേര് ഇങ്ങോട്ട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങോട്ട് വരും. എടി നീ രാവിലെ തുടങ്ങി ഈ നേരം വരെ മൊബൈൽ നോക്കിയിട്ട് നിന്റെ GB ഇതുവരെ തീർന്നില്ലേന്ന്, എൻ്റെ GB തീർന്നു എന്ന് ദേഷ്യം വരാതിരിക്കുമോ? ഞാൻ അപ്പോഴല്ലേ മൊബൈൽ എടുത്തേ. ഞാൻ പറഞ്ഞു ഞാൻ 60+, നിങ്ങൾ 70+ അല്ലേ, GB തീരും. അപ്പം അത് ആൾക്ക് പിടിച്ചില്ല. ഒരു മധുര 17 വന്നേക്കണ് ഐശ്വര്യ റായി എന്ന വിചാരം. വലിയ ഐശ്വര്യ റായി എന്നല്ലെങ്കിലും ഏതെങ്കിലും ഒരു സുന്ദരിമാരോട് ചേർത്ത് എന്നെ ആരെങ്കിലുമൊക്കെ ഉപമിച്ചിട്ടുണ്ടാകും. എനിക്കത് മതി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഒരു ഋത്തിക് റോഷൻ വന്നേക്കണ് കല്യാണം കഴിഞ്ഞ കാലത്തിന് റീത്ത ഫാരിയ എന്ന് വിളിച്ചിരുന്ന അങ്ങേര് ഇപ്പോൾ ഒരു വിലയില്ല. ഇപ്പം ഞാനൊരു ചാളമേരി അങ്ങേർക്ക്. ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ. അപ്പം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമല്ലോ. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഞാൻ ജോത്സ്യൻ്റെ അടുത്ത് പോയി. അപ്പം ജോത്സ്യൻ കൗടിയൊക്കെ നിരത്തി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി ആകെ പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നമാണെങ്കിലും ജോത്സ്യർ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല. അപ്പം ജോത്സ്യർ പറഞ്ഞു ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട്. ചേച്ചിയുടെ പേര് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരലിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ചാടി ഒരു കോഴി അത് കൊത്തി തിന്നു. അതൊരു കോഴിക്കാട്ടായിട്ട് രൂപാന്തരപ്പെട്ടു. അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇത്ര വലിയ പ്രശ്നങ്ങൾ. ജോത്സ്യര് പറഞ്ഞത് അച്ചട്ടാട്ടാ. നേരാവണ്ണം ഒരു കഞ്ഞി കുടിക്കാനുള്ള യോഗമില്ല. ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പെട്രോൾ ഉണ്ട്. എന്താ ചേച്ചി പറഞ്ഞ പെട്രോളോ? അല്ലല്ല, പ്രഷർ ഉണ്ട്. ഞാൻ ഈ പെട്രോളിൻ്റെ കാര്യം സ്ഥിരം പറഞ്ഞ് പ്രഷറിന് പെട്രോൾ എന്നായിപ്പോയി. പിന്നെ കഞ്ഞിൽ ചൂടുവെള്ളത്തിൽ 5-6 വറ്റിട്ട് കുടിക്കുന്നതാണ് കഞ്ഞി. അതിൽ കൂടുതൽ വറ്റുണ്ടോയെന്ന് നോക്കാനായിട്ട് മരുമോൾ എൻ്റെ ചുറ്റും റാഗി പറക്കാറുണ്ട്. പിന്നെ എനിക്ക് അവൾ ഒന്നും ചെയ്ത് തന്നില്ലെങ്കിലും പാവയ്ക്ക ജ്യൂസ് കറക്റ്റായിട്ട് അടിച്ച് എനിക്ക് തരും. അതിൻ്റെ നന്ദി ഞാൻ അവൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കാറുണ്ട്. ഇപ്പം ജോത്സ്യരെ ഒരു സംശയം, നേരാവണ്ണം പേരെഴുതിയ ഈ അരിമണിയൊക്കെ ഇതിലും മോശമായ അവസ്ഥയിലാണല്ലോ രൂപാന്തരം പ്രാപിക്കണേ. അപ്പം അതെന്താ പ്രശ്നം? അപ്പം പറയാ ചേച്ചിയുടെ അരിമണി കോഴി കൊത്തിയപ്പോൾ 2 പിളർന്നു. പിളർപ്പാണല്ലോ ഇപ്പം എല്ലാത്തിൻ്റെയും പ്രശ്നം. ആണോ? അതെ, പിളർപ്പാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ജോത്സ്യരെ ഇതിനൊരു വല്ല പരിഹാരമുണ്ടോ? പിന്നെ ചേച്ചി പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? അപ്പോൾ പറയാ ചേച്ചിക്കൊരു പ്രശ്നം വരുമ്പോൾ വീട്ടിൽ ഭർത്താവിൻ്റെയും മരുമോളുടെയും മോൻ്റെയും തലയിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കിയ കുറേ പ്രശ്നങ്ങൾ. അപ്പം ചേച്ചിക്ക് ഒരു പ്രശ്നം ഇല്ലാണ്ടായി തീരും. അതിനായും ഇപ്പം എൻ്റെ കാശ് മുതലായി. അപ്പം ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീടിൻ്റെ മുറ്റത്ത് മരുമോളും മോനും കൊച്ചൊക്കെയായിട്ട് പ്രശ്നങ്ങളായിട്ട് അവിടെ നിൽക്കാം. എന്താടാ പ്രശ്നം? പറഞ്ഞു, അമ്മാമ്മേ ടീച്ചർ പാരൻസിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എന്താടാ? ഞാൻ വായിച്ചത് തെറ്റി. നീ എന്താ വായിച്ചേ? അവനെന്നെ ബുക്ക് എടുത്ത് കാണിച്ചു. സേനയുടെ മുന്നേറ്റം എന്നിൽ ആവേശം കൊള്ളിച്ചു. നീ ഇപ്പം ശരിക്കും വായിച്ചുല്ലോ. ഞാൻ അങ്ങനെയല്ല അമ്മാമ്മ വായിച്ചേ. നീ എന്താടാ വായിച്ചേ? സോനയുടെ മുന്നേറ്റം എന്നിൽ ആവേശം കൊള്ളിച്ചു എന്നാ ഞാൻ വായിച്ചു. അവൻ്റെ അപ്പ അവൻ്റെ ചെവി പിടിച്ചു. ഇതൊന്നല്ല അമ്മ, എന്തോ കുരുത്തക്കേട് അവൻ കാണിച്ചിട്ടുണ്ട്. പിടിച്ച് തിരുമ്പപ്പം കരഞ്ഞിട്ട് പറയാ, അമ്മാമ്മേ ടീച്ചറിൻ്റെ പേര് സോന എന്നായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. പക്ഷേ എൻ്റെ നാക്ക് വീണ്ടും ചതിച്ചു. 10 ഗുണം 10 ഗുണം എന്ന് എൻ്റെ നാക്ക് അങ്ങോട്ട് പുറത്തേക്ക് ചാടി. മരുമോളെ തേറ്റ് പിടിച്ചില്ലേ? ദേ നിങ്ങളുടെ അമ്മ പറഞ്ഞു കേട്ടാ 10 ഗുണം 10 ഗുണം എന്ന്. നിങ്ങൾ എന്നെ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് സ്കൂളിൽ പോക്കോ. ഞാൻ അവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി വേഗം അടുക്കളയിൽ പോയി വിശന്നിട്ട് പാടില്ല കഞ്ഞി കുടിക്കാനിരുന്നപ്പോൾ മരുമോൾ എൻ്റെ മുന്നിൽ വന്നിരുന്നു. പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അവളോട് ചോദിച്ചു, ഇന്നെന്താ കറി? എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേനയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊരു കറി വെക്കാം. എൻ്റെ മോളെ, കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് കറി വെച്ച് അപ്പടിയും ചൊറിച്ചിലായിരുന്നു എന്ന് നിൻ്റെ കെട്ടിയോന്ന് തന്നെയല്ലേ പറഞ്ഞേ? എൻ്റെ കെട്ടിയോന്ന് എന്താ നിങ്ങളുടെ മോനല്ലേ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നാലും എല്ലാവർക്കും ഒരു ചൊറിച്ചിലാ. പലഹാരം കൊണ്ടുവന്നപ്പോൾ
അമ്മയ്ക്ക് കിട്ടിയില്ലാന്ന് അമ്മ പറഞ്ഞില്ലേ? എൻ്റെ മോള് ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് തിന്നാനുണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവളിങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ വായിലെ കഞ്ഞി ഇറക്കാനും പറ്റണില്ല. പ്രശ്നം തീർക്കാൻ പോയാൽ ഞാൻ പ്രശ്നത്തിൽപ്പെട്ട അവസ്ഥയല്ലേ, കഞ്ഞി ഇറങ്ങണില്ല. അവള് പറയാ, നിങ്ങളെന്താ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം, നിങ്ങളുടെ അപ്പൻ എന്തായിരുന്നു ജോലി എന്ന് എനിക്കറിയാം. അവള് അപ്പനെ പറയണേ, അപ്പനെ പറയുന്നോടിന്ന് ഞാൻ പറഞ്ഞപ്പോ എൻ്റെ വായിലെ കഞ്ഞി മുഴുവൻ അവളുടെ മൂത്തും നേത്തൊക്കെയായി. ആകെ പ്രശ്നമായില്ലേ. എനിക്ക് ആകെ സങ്കടമായി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇരട്ട പറ്റ അളിയന്മാരെ പോലെ എൻ്റെ ഭർത്താവും എൻ്റെ മോനും താടിക്കും കൈ കൊടുത്ത് ചിരിക്കണോ കരയണോ എന്ന മട്ടിൽ അവിടെ ഇട്ട നിപ്പാ. എൻ്റെ മോൻ്റെ മുഖം കാണണം. പെറ്റ തള്ള സൈക്കിളേട്ടോ, ഞാൻ തന്നെയല്ലേ അവനെ പെറ്റത്. അപ്പൊ എൻ്റെ ഭർത്താവ് ചോദിക്കുക, നീ ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നീയാണല്ലോടി ഇവിടുത്തെ പ്രശ്നക്കാരി. എൻ്റെ ഈശോയെ, നിങ്ങളിതെങ്ങനെ അറിഞ്ഞു ഞാൻ ജോത്സ്യൻ്റെ അടുത്ത് പോയത്? നീ ജോത്സ്യോട് സംസാരിക്കുമ്പോ അപ്പുറത്തെ മുറിയിൽ ഞാനുണ്ടായിരുന്നു. പണ്ട് സ്ഥിരം എന്നെ ഫോളോ ചെയ്തിരുന്ന സംഭവവും സ്വഭാവവും ഇപ്പോഴും നിങ്ങൾ നിർത്തിയിട്ടില്ലല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോ മരുമോള് ചേന എടുത്തിട്ട് പറയാം, ഇന്ന് ഇതുകൊണ്ട് തന്നെ കറി വെച്ച എല്ലാവരും ഒന്ന് ഞാൻ ചൊറിയിക്കും. പിന്നെ അവളുടെ ആഗ്രഹം നടത്തോട്ടെന്ന് കരുതി ഞാൻ ചിരവ് എടുത്തു വെച്ചു, ചിരണ്ടാന്ന് വെച്ചു തേങ്ങ. അപ്പം അപ്പുറത്ത് മോൻ്റെ ഒരു ഫോൺ, ഇന്ന് സുഖിയല്ലേ, ഇന്ന് ഒരു 5 ബിരിയാണി വീട്ടിലേക്ക് വേണോട്ടോ എന്ന്. മരുമോള് ചേന താഴെയിട്ടു, ഞാൻ ചിരവ താഴെയിട്ടു. അവൾ എന്നെ നോക്കി ചിരിച്ചു, ഞാൻ അവളെ നോക്കി ചിരിച്ചു.